ഹായ് ഫ്രണ്ട്സ്, ഓട്ടോഡെസ്ക് റിവറ്റ് ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ കസ്റ്റം റെയിലിംഗ് അല്ലെങ്കിൽ ഫെൻസൊക്കെ നമ്മുടെ ഡിസൈനിലേക്ക് മറ്റുള്ള ഡിസൈൻ ചെയ്ത ഫെൻസും റെയിലിങ്ങും ഒക്കെ നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ ടോപ്പിക്കാണെങ്കിലും പക്ഷേ ഒരുപാട് ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മളിപ്പം ഒരു ഡിസൈനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനകത്തിപ്പം റെയിലിംഗ് ഒക്കെ എഡ്ജ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. അത്യാവശ്യം അറിയാവുന്ന ആളായാലും കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്ന കുറച്ചധികം സമയം വേണം. അതായത് നമുക്കിപ്പോൾ ഗ്ലാസിൻ്റെ റെയിലിംഗ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. ഓക്കെ, അപ്പം അതെങ്ങനെ നമുക്ക് ഈ മെത്തേഡ് വഴി ലഘൂകരിക്കാം, ടൈമൊക്കെ കുറയ്ക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല. നമുക്കിനി 3ds Maxൻ്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ റെവിറ്റിൻ്റെ ഒരു 2 സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒക്കെ വരുന്നുണ്ട് ട്യൂട്ടോറിയൽ. അപ്പം അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഈ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. റെവിറ്റാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 2019 വേർഷൻ. അപ്പോൾ ഞാനിവിടെ ഒരു വീട് ചെറിയതായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, അവിടെ റെയിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഹാഫ് വാളോ ഒന്നുമില്ല, ഓപ്പണായിട്ട് കിടക്കുകയാണ്. അത് ഡേഞ്ചറാണ്. സോ നമുക്കവിടെ ഒരു റെയിലിംഗ് ആണ് ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ റെയിലിംഗ് ക്രിയേറ്റ് ചെയ്യുകയല്ല, മറ്റൊരാൾ ഡിസൈൻ ചെയ്ത ഒരു റെയിലിംഗ് ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് 2 പ്രൊജക്റ്റ് ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആ പ്രൊജക്റ്റ് ഫയൽ എന്ന് പറഞ്ഞത് ഇതാണ്, ഫെൻസും റെയിലിങ്ങും. ഓക്കെ, അത് രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ പ്രൊജക്റ്റ് എവിടെയാണോ നിങ്ങൾക്ക് റെയിലിംഗ് വേണ്ടത് ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ ഫയലിൽ ചെല്ലുക, അവിടുന്ന് ഓപ്പൺ റൈറ്റ് സൈഡിൽ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ എവിടെയാണോ നിങ്ങളുടെ ആ റെയിലിംഗ് കിടക്കുന്നത്, ചിലപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും, എവിടെയാണോ അത് ഓപ്പൺ ചെയ്യുക. ആ രണ്ടും ഓപ്പൺ ചെയ്യുക. ഒരെണ്ണം ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും ഫയൽ ചെല്ലുക, അവിടുന്ന് ഓപ്പൺ കൊടുക്കുക, പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും, 2 ടാബായിട്ട് കിട്ടും. ഇത് ഫെൻസും ഇത് നമ്മുടെ റെയിലിങ്സുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരുപാട് ടൈപ്പ് നിങ്ങൾ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് റെയിലിങ്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടാബിൽ ഫെൻസാണ്. അതായത് നമ്മളിപ്പം വീടിൻ്റെയൊക്കെ ബൗണ്ടറിയൊക്കെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ ഫാമൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയിലൊക്കെ കൊടുക്കാനുള്ള ഫെൻസ്. അത് മാത്രമല്ല, ബുഷിൻ്റെ ഒരു ഗ്രീൻ മെറ്റീരിയൽസൊക്കെ കൊടുത്തിട്ട് ഒരു ബുഷിൻ്റെ ഫെൻസും ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് രണ്ടും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. സോ നിങ്ങളിവിടെ നോക്കുക, എനിക്കിത് ഈ ഒരു ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണോ ഡിസൈൻ, ഇഷ്ടപ്പെട്ട ഡിസൈൻ, ഞാൻ ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്യാണ്. ഈ ഒരു ഡിസൈൻ. ഓക്കെ, ഈ ഒരു ഡിസൈൻ ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ Ctrl+C കൊടുക്കുക നമ്മുടെ കീബോർഡിൽ. അതല്ല എങ്കിൽ നിങ്ങൾ ടോപ്പിൽ മോഡിഫൈ പാനലിൽ ഇവിടെ നമ്മുടെ ക്ലിപ്പ് ബോർഡിൽ പേസ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോപ്പി ടു ക്ലിപ്പ് ബോർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ Ctrl+C യൂസ് ചെയ്യുക. ഓക്കെ, അത് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മുടെ ആ എലമെൻറ്റ് കോപ്പി ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ചെല്ലുക. എവിടെയാണോ കൊടുക്കേണ്ടത് ആ പ്രൊജക്റ്റിൽ ചെല്ലുക. പ്രൊജക്റ്റിൽ ചെന്നിട്ട് നിങ്ങൾ മോഡിഫൈ ചെല്ലുക, പേസ്റ്റ് അവിടെ ആരോ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ഫ്രം ക്ലിപ്പ് ബോർഡ് കൊടുക്കുക. അപ്പം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. ഓക്കെ കൊടുക്കുക. അതല്ല എങ്കിൽ കീബോർഡിലെ Ctrl+V കൊടുക്കുക. ഓക്കെ, ഇത് 2 ചൂസ് ചെയ്താൽ നമുക്ക് പ്രൊജക്റ്റിനകത്ത് നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. ദെൻ എവിടെയാണോ കൊടുക്കേണ്ടത് നിങ്ങൾ ഇപ്പം ഞാൻ ഈ ഒരു ഭാഗത്താണ് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ റെയിലിംഗ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ റെയിലിംഗ് അവിടെ വന്നിട്ടുണ്ട്. സോ ഇത് അവിടെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്യുക, പിക്ക് എ ന്യൂ ഹോസ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മളെ ഈ ഒരു ഫ്ലോറിലാണ് എനിക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടെ അത് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്, കറക്റ്റ് അതിനെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ടോപ്പ് വ്യൂയിലേക്ക് ചെല്ലുക. 3D തന്നെ ആയിക്കോട്ടെ, നമുക്ക് 2D ഒന്നും എടുക്കണ്ട, പ്ലാൻ ഒന്നും എടുക്കണ്ട, 3D തന്നെ ചെല്ലാം. സോ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഒരു അലൈൻമെൻ്റ് ആയിട്ടല്ല കിടക്കുന്നത്, നമുക്കിതെല്ലാം ഫില്ല് ചെയ്യണം. സോ ഇവിടുന്ന് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക, നമ്മുടെ റെയിലിംഗ് ചൂസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇതിലേക്ക് അലൈൻ ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിനെ മോഡിഫൈ ചെയ്യണം. കാരണം 3Dയിലേക്ക് വന്നാൽ ഈ ഒരു ഭാഗത്തേ ഉള്ളൂ. നമുക്കിത് ഈ 2, 3, 4 ഭാഗത്തേക്കും നമുക്ക് ഈ സെയിം റെയിലിംഗ് തന്നെ വേണം. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ ചെല്ലുക,
എഡിറ്റ് പാത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എഡിറ്റ് പാത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദേ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മുടെ റെയിലിംഗ് വന്നിട്ടുള്ളത്. സോ നിങ്ങളത് എഡിറ്റ് ചെയ്യുക. ഞാൻ ദേ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിൻ്റ് കൊടുത്തു, ഇവിടെ വരെ കൊടുത്തു, then അവിടെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, പിന്നെ എസ്കേപ്പ് പ്രസ് ചെയ്തു. ഞാൻ വീണ്ടും ഇവിടെ വന്നു, ഇത് ഇവിടെ കൊടുത്തു, അവിടെയും കൊടുത്തു, എന്നിട്ട് ടിക്ക് കൊടുത്തു. ഇത് എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 3Dയിൽ. നമ്മൾ കൊടുത്തതിനനുസരിച്ച്, നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതനുസരിച്ച്, അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത ആ പാത്തിനനുസരിച്ച് സെയിം നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്ന ആ റെയിലിംഗ് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഭാഗത്ത് ഒന്ന് ജോയിൻ ചെയ്യാനുണ്ട്. സോ അതുകൂടെ ഒന്ന് നോക്കാം. ഞാൻ വീണ്ടും സെലക്ട് ചെയ്തു, എഡിറ്റ് പാത്ത് കൊടുത്തു, ലൈൻസ് ചൂസ് ചെയ്തു, അവിടെ ക്ലിക്ക് ചെയ്തു, ദെൻ ടിക്ക് കൊടുത്തു. ദെൻ നിങ്ങൾക്ക് കാണാം കുറച്ച് ഓവർലാപ്പ് ആയിട്ടുണ്ട്. അത് ഞാൻ പോയിൻ്റ് കൊടുത്തതിലുള്ള ഒരു വ്യത്യാസമാണ്. സോ നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ച് കാണാം, നമ്മൾ ആ ലോഡ് ചെയ്തതേ ഇവിടെ ഈ ഒരു ലൈനായിട്ടിരിക്കുന്ന ഈ ഒരു റെയിലിംഗ് ആണ് നമ്മുടെ ഡിസൈനിൽ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം, അതായത് നിങ്ങൾ ഒരു സാധാ റെയിലിംഗ് വരച്ചിട്ട് അത് എഡിറ്റ് ചെയ്യുകയോ ഒന്നും വേണ്ട. നമ്മുടെ റെയിലിംഗ് ഇതാണ്ട് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫെൻസും കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതല്ല, ഇത് ജസ്റ്റ് ഇത് തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇതിൻ്റെ ബൗണ്ടറി, അതായത് നമുക്ക് ഇതിൻ്റെ ടോപ്പ് സർഫസിൽ ഫെൻസ് കൊടുക്കാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഫെൻസിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ ഫെൻസ് വേണ്ടത്, ഞാൻ ഈ ഒരു വുഡിൻ്റെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കോപ്പി സെലക്ട് ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഡിസൈനിലേക്ക് വന്നു, ദെൻ പേസ്റ്റ് കൊടുത്തു, പേസ്റ്റ് ക്ലിപ്പ് ബോർഡ്, ഓക്കെ കൊടുത്തു. അപ്പോൾ ചോദിക്കും എവിടെയാണ് വെക്കേണ്ടതെന്ന്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, കണ്ടില്ലേ? ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്തിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, പിക്ക് എ ന്യൂ ഹോസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഡിസൈൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി എഡിറ്റ് ചെയ്യാം. ടോപ്പിൽ ചെല്ലുക, എഡിറ്റ് പാത്ത് സെലക്ട് ചെയ്യുക, ലൈൻ, ദെൻ ടിക്ക് കൊടുത്തു. നമുക്ക് 3Dയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആ ഫെൻസ് നമ്മൾ ആ ലോഡ് ചെയ്തിരിക്കുന്ന അതേ ടൈപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഒരു യൂസ്ഫുള്ളായുള്ള ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് പ്രത്യേകം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അരമണിക്കൂറൊക്കെ ആവശ്യമായിട്ട് വരും ഇത് തന്നെ സെയിം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ. അപ്പം നമുക്ക് അത്രയും സമയമൊന്നും വേസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. നമ്മുടെ ക്ലയൻറ്റ്സ് കുറച്ച് അർജൻറ്റുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇത്രയും ടൈമൊന്നും വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഡിസൈൻ കൊടുക്കാനൊക്കെ ഇതൊക്കെ യൂസ്ഫുള്ളാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ഞാൻ ചെയ്തതിൻ്റെ കൂട്ട് സെയിം യൂസ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ മറന്നുപോയതാണ്. സോ ഇപ്പോൾ ഓർത്തപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.